ഹായ്, ഞാൻ ഐശ്വര്യ. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മൾ കെൽ ബ്രൈഡൽ സ്റ്റുഡിയോ എന്നുള്ള സ്ഥാപനം നടത്തി വരുന്നു. ഹായ്, ഇനി ഞാനൊരു വെഡ്ഡിങ് മേക്ക് ഓവറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബ്രൈഡിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹായ്, ഇതാണ് എൻ്റെ സുന്ദരനായ ബ്രൈഡ്. ഞെട്ടിയോ? My name is Mohammad Asif Charachan. Malappurathu nanu varunathu, but presently I live in Trivandrum. So I studied basically integrated BCom LLB. Now I am doing my French diploma. Excited aanu ഇന്നത്തെ പ്രോസസ്സിൽ. അതെ, ഞങ്ങളൊരു പരീക്ഷണമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ബ്രൈഡിനെ ഞാൻ സുന്ദരിയാക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു മെന്നിന് ബ്രൈഡാക്കി മാറ്റുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ധാരാളമായിട്ട് എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടല്ലേ? നല്ല ടെൻഷൻ ഉണ്ട്. എൻ്റെ കൈ ലിറ്ററലി ഷെയ്ക്ക് ചെയ്യുക. അതെ, എക്സൈറ്റഡ് ഫോർ ദ ഔട്ട്പുട്ട് ബേസിക്കലി. സോ വാക്സ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് വെരി ഹാർഡ്. വാക്സ് ചെയ്യുമ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ വാക്സ് ചെയ്യുന്നത്. സോ ഇതേട്ടോ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ബ്രൈഡ് ആക്കും? അപ്പൊ നമുക്ക് അതിനെയൊക്കെ കളയണ്ടേ? ഷേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രൊസീജിയറും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഐബ്രോസ് ഒന്ന് എടുക്കണം. എന്നാൽ തന്നെയാണ് ഒരു മുഴുവനായിട്ടുള്ള ലുക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഡണ്ണായിട്ടില്ല. അയ്യോ, ഇത് വെരി തിക്ക് ആയിട്ടില്ല. എനിക്ക് മോഡലാവണമെന്ന് പറഞ്ഞിട്ട് മോഡലാവണം, പക്ഷെ ഇത്ര വേദന വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ത്രെഡ് ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാരി എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഒരു സാരിക്ക് നമ്മളൊരു ബ്ലൗസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തു. ഒരു മെറൂൺ കളർ സാരിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു ബിഗ് മിക്സ് ആയിട്ടുള്ളൊരു സാരിയാണ്. ത്രെഡ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല പെയിൻഫുൾ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ത്രെഡ് ചെയ്യുന്നത്. അതെല്ലേ? സോ ഞാനിത് ഒരു ജെൻഡറിലുള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യില്ല. അയ്യോ, അത് പറയരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ഫേസ് ക്ലീൻ ചെയ്യാന്. അപ്പോൾ നമ്മൾ ലെൻസിലാൻ പോവാണ്. അപ്പോൾ ആൾക്ക് ഒരു ഹേസൽ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ലുക്കിൻ്റെ സ്കിൻ ടോണിന് മാച്ചിങ് ആയിട്ട് ഫ്രഷ് ലുക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഫസ്റ്റ് ടൈം ആണോ ലെൻസ് ഇടുന്നത്? അല്ല, പക്ഷേ എപ്പോൾ ഇട്ടാലും അത് ഭയങ്കര ഹാർഡാണ്. അതെ അല്ലേ? എൻ്റെ കണ്ണ് വെരി സ്മോൾ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്താലോ? അങ്ങോട്ട് നോക്കിക്കോ. അടയ്ക്കല്ലേ. ഒന്ന് ഫുൾ കണ്ണടച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്താൽ മതി കേട്ടോ. പറഞ്ഞേ അമ്മ. അപ്പോൾ നമുക്ക് നല്ലൊരു ടാസ്ക് ആയിരുന്നു നമുക്ക് ലെൻസ് വെക്കാന്നുള്ളത്. നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആളുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹൈഡ്രോണിക് ആസിഡ് സിറം നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു ഫ്രഷ് ലുക്ക് ആൻഡ് ഹെൽത്തി സ്കിന്നായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ ഭയങ്കര വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് ഈ സിറത്തിൽ. അപ്പോൾ നമുക്ക് കുറേ നേരം ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനും സഹായിക്കും. ഇത് നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്താലും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഈ ഹൈഡ്രോണിക് ആസിഡും ജസ്റ്റ് മോയ്സ്ചറൈസറും കൂടെ ഡെയിലി നമ്മൾ റൊട്ടീനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പാടുകളും എല്ലാം പോവും. നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്കിന്നും കൂടെ നമുക്ക് കിട്ടും കേട്ടോ. ഡെയിലി യൂസ് ചെയ്തോളൂ. അതെ, എല്ലാവർക്കും പറ്റും.
യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറാണ്. ഇത് മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ചേച്ചി എങ്ങനെയാ ഈ തീമിലോട്ട് വന്നത്? എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് എന്ത് നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പോഴാണ് എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് മെന്നിന് ബ്രൈഡാക്കിയാലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. സെലക്ട് ചെയ്തത് എനിക്ക് കണ്ടപ്പോൾ വളരെ നൈസ് ക്യൂട്ടായിട്ട് തോന്നി. നേരിട്ട് കണ്ടിട്ടില്ല, പ്രൊഫൈലിലൂടെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്തത് തന്നെയാണ്. നമ്മളൊരു പ്രൈമർ സ്പ്രേ ആണ് ഇപ്പോൾ ചെയ്തത്. ഇത് നന്നായിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൈമർ സ്പ്രേയിൽ അടിച്ച് വെച്ചൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐബ്രോസിലേക്ക് പോവാം. ഫേവറേറ്റ് പാർട്ടാണ് എൻ്റെ ഐബ്രോ. അതല്ലേ. ഒരു ഐബ്രോ പെൻസിലാണ്, വളരെ തിൻ ലൈനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ആൾക്ക് കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് ഒരു ഹെയർ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കാം. ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വെച്ചിട്ട് ഐബ്രോസിൻ്റെ താഴെ നന്നായിട്ടൊന്ന് ലൈൻസ് വരച്ച് കൊടുത്തു. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഹെവി മേക്കപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. എൻ്റെ മൂക്ക് ചെയ്യുമ്പോൾ മൂക്കിന് സൈസ് കുറയ്ക്കണേ. വിട്ട് കൂടുതലാണ്. ആയിക്കോട്ടെ, എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളിയാക്കി തരാം. നമ്മൾ സ്മഡ്ജ് ചെയ്യുമ്പോൾ സ്പോഞ്ച് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്മഡ്ജാകും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലൊരു പ്രൈമർ വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറുതായിരുന്നല്ലോ ഐബ്രോ, അതിന് നമുക്ക് ഒന്നിങ്ങനെ ഇങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് ഒരേപോലെ അതെ ഒരേപോലെ ഇരിക്കും. ഇപ്പോൾ കണ്ടോ, ഇവിടെ സ്റ്റാർട്ടിങ് ചെറുതായിരുന്നില്ലേ, അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഇത് നമുക്ക് ഐ ഷാഡോ പ്രൈമറാണ്. ഇത് നമുക്ക് ഐ ഷാഡോ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതിനും നല്ല ഫിനിഷിങ് ബ്ലെൻഡിങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനിയിതൊരു ജസ്റ്റ് ഒരു കൺസീൽ ചെയ്യാണ്. കുറച്ച് കണ്ണിന് നല്ല ഒരു ബ്ലാക്ക് ഉണ്ട്. അതിനുശേഷം നമ്മൾ അതിനൊരു പൗഡർ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ ഐ ഷാഡോ ഇടാൻ. മെറൂൺ കളറായിരുന്നു സാരി, ഞാൻ പറഞ്ഞല്ലോ മിക്സഡ് കളറാണെന്നുള്ളത്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഐ ഷാഡോ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു മെറൂൺ കളർ സ്മോക്കി ഐ ഷാഡോ കൊണ്ടുവരാമെന്ന് ഞാൻ തീരുമാനിച്ചു. നമുക്ക് ഐ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം, അപ്പോഴാണ് മേക്കപ്പിനൊരു ലുക്ക് വരുള്ളൂ. കണ്ണിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു കൺസീലർ ഇട്ടിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ ഷേപ്പിനായിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഐ ഷാഡോന് ഗോൾഡൻ ഇടുമ്പോൾ നമുക്ക് ആ കളർ തന്നെ നമുക്ക് കിട്ടും. നമുക്കൊരു വെറ്റിൻ്റെ ഒരു ഇത് മതി നമ്മൾ സ്പ്രേ. അപ്പോൾ നോർമൽ സ്പ്രേ ചെയ്യാം, മോയ്സ്ചറൈസിങ് സ്പ്രേ ചെയ്യാം, വാട്ടർ സ്പ്രേ ചെയ്യാം, എന്താണേലും കുഴപ്പമില്ല. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. കണ്ണടച്ചോ, നീ കണ്ണെഴുതാൻ പോവാണ്, തുറക്കരുത് കേട്ടോ. ഓക്കെ. മസ്കാരയാണോ ചെയ്യുന്നത്? ലൈറ്റ് ആയിട്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ ലാഷസ് വെച്ചപ്പോൾ അതിൻ്റെ ഒരു ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കവർ ചെയ്യാനും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവാനും വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഐലൈനർ വെച്ചിട്ട് അതിന് മുകളിലൂടെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഭയങ്കര നാച്ചുറൽ ഫീലായിരിക്കും. നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല.
നമുക്ക് ജസ്റ്റ് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈഡ്രേറ്റിംഗ് സിറം അപ്ലൈ ചെയ്യാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കളർ കറക്ഷനാണ്. അപ്പം നമുക്ക് ഒരുപാട് ഭാഗത്ത് ഒരു ടാൻ ഉണ്ട്. അപ്പം നമുക്കതെല്ലാം ഒന്ന് കൺസീൽ ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ആക്കണം. അപ്പോൾ നമ്മളിനി കോണ്ടോറിങ് ചെയ്യാൻ പോവാണ്. എപ്പോഴും മേക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ് തന്നെയാണ് നമുക്ക് ഈ കോണ്ടോറിങ് എന്ന് പറയുന്നത്. അത് ചെയ്താലാണ് നല്ലൊരു ഷേപ്പ് കിട്ടുള്ളൂ. നമ്മൾ കൺസീലിങ് ചെയ്യാണ്. കോണ്ടോറിങ് ചെയ്തതിന് നമുക്കൊരു ഹൈലൈറ്റ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്രീം കോണ്ടോറിങ് ആണ് ചെയ്തത്. ഇനി നമുക്കത് കുറച്ചും കൂടെ ഒന്ന് അത് നാച്ചുറൽ ഫീല് കിട്ടാനും ഹൈലൈറ്റിങ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം. അപ്പം ആ വരകളൊന്നും കാണില്ല. അപ്പം നമുക്ക് നാച്ചുറൽ ഒരു കോണ്ടോറിങ് ഫീല് കിട്ടും. നമ്മളിപ്പോൾ ഐ ഏരിയയിലും ഈ ഹൈലൈറ്റിംഗ് ഏരിയയിലും ജസ്റ്റ് ഒരു പൗഡർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മളൊരു കോമ്പാക്ട് പൗഡറാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് ഒരു ഷൈനിങ്ങും കിട്ടും. നമുക്ക് വലിയ ഡ്രൈ ആവില്ല, നല്ല സ്മൂത്തായിട്ടിരിക്കും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ പാരൻസ്, എൻ്റെ സിസ്റ്റർ ഇൻ ലോസ്, ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്. വലിയ ഫാമിലിയാണ്. എൻ്റെ സിസ്റ്ററിന് മാത്രമാണ് അറിയുന്നത് ഞാൻ എന്ത് ഷൂട്ടിനാണ് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ളതെന്ന്. എൻ്റെ ഉമ്മേനോട് പോലും പ്രോപ്പറായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മയോട് പറഞ്ഞു ഫ്ലവേഴ്സിലൊരു ഷോയ്ക്ക് പോവാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ത് ഷൂട്ടാണ് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്നലെ. സോ അതും ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. അടിപൊളി. ഇത് കഴിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണത് അറിയില്ല. നമ്മുടെ ഈ ഫൗണ്ടേഷൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. അപ്പം ഈ സാരി എടുത്താലോ? എടുക്കാലോ. എൻ്റെ വയറെടുക്കല്ലേ. ജ്വല്ലറി എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഞങ്ങളൊരു ചോക്കർ മാല, അതിലൊരു ഗ്രീൻ സ്റ്റോൺസ് ഒക്കെ ഉള്ളതായിരുന്നു നമുക്ക് കിട്ടിയത്. നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ രണ്ടാമതൊരു അങ്ങനെ 3 മാലയാണ് ഞങ്ങൾ ഇട്ടത്. മൂന്നാമത്തെ മാല നല്ല ലെയറായിട്ടുള്ളൊരു മാലയായിരുന്നു. എല്ലാം ഒരു ആൻറ്റിക് ഷെയ്ഡായിരുന്നു. പിന്നെ നമ്മൾ ഇട്ടത് ഒരു 3 വളയായിരുന്നു. ഒരു വലിയ 2 വളയും നടുവിലൊരു വളയും. പക്ഷേ കിട്ടാൻ വളരെ പാടായിരുന്നു. ഞങ്ങൾക്ക് ആ സൈസ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു 3 വള, പിന്നെ മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വിരലിലും കുറച്ച് ഭംഗിയായി കാണാൻ വേണ്ടി കുറച്ച് മോതിരം കൂടെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ജ്വല്ലറി ഒക്കെ എടുത്തത് പാലക്കാട് എന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഓർണമെന്റ് സെറ്റ് ചെയ്തു. അപ്പം ഇനി ഹെയറിലേക്ക് പോവാം. ഹെയറിലേക്ക് ഞാൻ പോകുമ്പോൾ കുറച്ച് ടാസ്ക് ആയിരുന്നു. ഹെയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ക്ലിപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്റ്റൻഷനിൽ ഞാൻ 2 സ്ലൈഡൊക്കെ കുത്തി അവിടെ ഒന്ന് സെക്യൂറാക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഞാൻ എക്സ്റ്റൻഷൻ വെച്ചു. വെച്ച് തന്നപ്പോൾ എനിക്കൊരു കുറച്ച് ഹാപ്പി ആയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുന്നുണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ നമുക്ക് വേണ്ടത് ഹെയർ ആണല്ലേ. അപ്പം ഇതാണ് നമ്മുടെ മേക്ക് ഓവറിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഭംഗിയില്ലല്ലേ, നമുക്ക് ഹെയർ വേണ്ടേ? വേണോ? ഹെയർ പക്ഷെ വെക്കാം.
ഓക്കെ. ചേച്ചിയുടെ കൺസെപ്റ്റാണ് നമ്മൾ രണ്ടുപേരിലൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇല്ലാതില്ലേ വിഗ് സെലക്ട് ചെയ്ത്, അപ്പൊ എങ്ങനെ? അതുകൊണ്ട് കുറച്ച് നമുക്ക് ചെറുതാണ്, പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എവിടെയോ ഒരു ഛായ ഇല്ലേ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ചേച്ചിക്ക് ഇഷ്ടമായോ ബ്രൈഡിന്റെ ഹാഫ് ലുക്ക്, ഹാഫ് വേ ലുക്ക്? ഞാൻ എല്ലാ ബ്രൈഡിനെയും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു. അപ്പൊ ഞങ്ങൾ ഹെയർ വെക്കാൻ പോവാണ്. ലോങ് ഹെയർ ആണ് കേട്ടോ. ചേച്ചി എത്ര വലുപ്പം ഉണ്ടാവും ഹെയർ? നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കട്ട് ചെയ്യാം കേട്ടോ. അത് കട്ടിക്കാം. ചേച്ചി എന്തുകൊണ്ടാ മുല്ലപ്പൂ ഒഴിവാക്കി ഈ പൂ എടുത്ത്? മുല്ലപ്പൂ അങ്ങനെയൊന്നുമില്ല, മുല്ലപ്പൂ എപ്പോഴും നമ്മൾ വെക്കുന്നതല്ലേ, മേച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് ഭംഗി കിട്ടിക്കട്ടെ. ഇത് പച്ച സംതിങ് മരതകം, ഇത് വേറെന്തോ, ഇത് വേറെന്തോ. ദിസ് ഇസ് ഡയമണ്ട്, പ്യുവർ ഡയമണ്ട്. ഫൈനൽ ഹെയറൊക്കെ നമ്മൾ വേഗം വേഗം തീർത്തു. അതിനുശേഷം പിന്നെ ഫേസിൽ നമ്മൾ ബാക്കി ഫൈനൽ വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോളില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര റിസ്ക്കാണ് വെക്കാൻ. അപ്പോൾ ജസ്റ്റ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ത്രെഡ് ചെയ്യുമ്പോൾ തന്നെയുള്ള എൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, ഇവിടെയും കൂടെ എനിക്ക് വേദനിക്കാൻ വയ്യ. നമ്മൾ ഫൈനൽ ലുക്കാണ്. ലാസ്റ്റിന് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, പൊട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയായിട്ടില്ലേ? ചേച്ചിയുടെ ഭാവനയിലെ രാജകുമാരി. നമുക്കൊരു കല്യാണം കഴിച്ചാലോ? ഇല്ല, പറ്റത്തില്ല കേട്ടോ, ഞാൻ കമ്മിറ്റഡ് ആണ്. അതടിപൊളി, സുന്ദരിയായിട്ടല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് മൊത്തത്തില് ബാക്കിയുള്ള ബ്രൈഡ്സിനെ കമ്പയർ ചെയ്തിട്ട് ഞാൻ പ്രെറ്റിയാണോ? ബ്രൈഡ് പോലെ തന്നെ ആയിട്ടുണ്ടല്ലോ. അതെ, കുറച്ച് റിസ്ക് ആയിരുന്നു. നമുക്ക് ചപ്പലെടുക്കാനും വളയെടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഹെയർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ലാസ്റ്റ് ഓക്കെ, എന്നാലും ലാസ്റ്റ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഫേവറേറ്റ് പാട്ട് ഞാൻ പറയട്ടെ. ലൈക്ക് മൊത്തത്തില് ആ ബാക്കിൽ എനിക്ക് ഫ്ലവറിന്റെ ഒരു പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മള് കണ്ണാടിയിൽ കാണുമ്പോൾ അത് ഭയങ്കര എനിക്ക് തന്നെ സെക്സി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ ബാക്കിയുള്ളവർക്ക് തോന്നുന്നില്ലായിരിക്കും, ബട്ട് യു നോ ഒബ്സെസ് വിത്ത് മൈ സെൽഫ്. എനിക്ക് പ്ലീറ്റ് ഇഷ്ടമായി. ഓർണമെന്റ്സ് വന്നപ്പോൾ നല്ല രസമുണ്ട്, ഒരു ഗംഭീര ലുക്കായിട്ടുണ്ട്. ഇറ്റ്സ് വെരി വെരി നൈസ്, റൈറ്റ്? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.